ഇന്ന് എൻ്റെ വീട്ടിൽ എല്ലാവരും ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ രാവിലെ മുതൽ അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പോയത് വൈകിട്ടായിരുന്നു. അങ്ങനെ രാത്രിയപ്പോൾ ഞാനും രണ്ടാമത്തെ സിസ്റ്ററും കൂടി വെറുതെ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വെറുതെ അല്ല കേട്ടോ ഞങ്ങൾ നടക്കാൻ വേണ്ടി പോയത്. എനിക്കൊരു സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. ഒരു അച്ചാർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കടയിലുള്ളൊരു അച്ചാറാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത്. വീട്ടിലെത്തിയപ്പോഴത്തേക്കും വാപ്പിച്ച് മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കരിമീനും വറ്റിയും പല്ലിമീനും ഈ 3 ഐറ്റംസാണ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. മീനൊക്കെ തീ പിടിച്ച വിലയാണല്ലോ. അങ്ങനെ കുറച്ചൊക്കെ വാങ്ങിയത് അപ്പുറം ഇപ്പുറം കുറച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഒറ്റയടിക്ക് നമുക്ക് കഞ്ഞി വെക്കാൻ പറ്റില്ല. അപ്പോൾ അതേ 2 കലത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഉടനെ അതേ മീനൊക്കെ വേഗം കണ്ടിച്ചിട്ട് നമ്മളത് വേഗം മീൻ കറിക്കൊക്കെ വെച്ച് തേങ്ങാപ്പാലിൽ കരിമീൻ വെക്കാമെന്നിട്ട് വിചാരിച്ചു. ബാക്കി മീനൊക്കെ അതേ ഉപ്പുമുളകും തേച്ച് വെക്കാനുണ്ട്. രാത്രിയാകുമ്പോൾ ഫ്രൈ ചെയ്യാമല്ലോ. അപ്പോഴല്ലേ ഉപ്പുമുളകൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അതേ ഭയങ്കര ദാഹം. അങ്ങനെ ഞങ്ങളൊരു നറുനണ്ടി സർബത്ത് അടിച്ച് കുടിച്ചു. വേഗം തന്നെ പിള്ളേർക്കുള്ള ചോറ് കൊടുത്തിട്ട് അവരെ കിടത്താമെന്ന് വെച്ചത് 2-3 കഷ്ണം മീനെടുത്തിട്ട് പിള്ളേർക്ക് കൊടുത്തു. പിന്നെ പിള്ളേരൊക്കെ കഴിച്ച് അവരെ സെറ്റാക്കിയതിന് ശേഷം ഞങ്ങളും ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ല കരിമീൻ തേങ്ങാപ്പാലിട്ട് വെച്ച കറിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചപ്പാത്തിയും ചോറും ഫിഷ് ഫ്രൈയും എല്ലാം റെഡിയായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാനാണ്. സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വരണില്ല എന്ന് വിചാരിച്ചതാണ്. എന്നെല്ലാവരോടും നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്. സത്യം പറഞ്ഞാൽ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലത്, ഈ പറഞ്ഞൊരു മുതലിനോടുള്ള സ്നേഹമാണ് എല്ലാവർക്കും. എൻ്റെ വീട്ടിൽ എൻ്റെ ബാപ്പാക്കും ഉമ്മാക്കും 6 പേരക്കുട്ടികളാണുള്ളത്. 7 പേരക്കുട്ടികളാണുള്ളത്. അതിനകത്ത് 6 ആൺകുട്ടികളും ഇതൊരെണ്ണം മാത്രമേ പെൺകുട്ടിയായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്നേഹമാണ് എല്ലാവർക്കും. അതുകൊണ്ടാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നേക്ക് ഇത്രയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.